കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഒരു കാഴ്ച ഞാൻ കാണാൻ പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. ഈ കാഴ്ച നമ്മൾ സാധാരണ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അത് കാണാം പ്രേക്ഷകർക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാറിൽ അപകടകരമായൊരു യാത്ര. ആ ദൃശ്യങ്ങൾ കാണൂ. കാറിൻ്റെ ഡോറിലിരുന്ന് യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മൂന്നാറിനും ഗ്യാപ്പ് റോഡിനും ഇടയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അഭ്യാസ പ്രകടനം. പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനത്തിലാണ് യുവാക്കളുടെ അപകടകരമായ ഈ യാത്ര. ആ ദൃശ്യങ്ങൾ നോക്കൂ. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ട്രക്കോ ഏതെങ്കിലും ഒരു ബസ്സോ വന്നാൽ അതിനോട് ചേർന്ന് പോയാൽ ഒന്ന് ഉമ്മ വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രകൃതിയെ ആസ്വദിക്കാൻ പോകുന്നത് ഇങ്ങനെ വേണമോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ആ ദൃശ്യങ്ങൾ എത്ര അപകടകരമായ രീതിയിലാണ് ആ ചെറുപ്പക്കാർ പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള ഇന്നോവയിൽ യാത്ര ചെയ്യുന്നത് എന്ന്. നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട്. സന്ദീപ് രാജാക്കാട്, മനോഹരമായ സ്ഥലമാണ്. ആ ബസ്സൊക്കെ പോകുന്നുണ്ട്. ആ ധാരാളം തിരക്കുള്ള റോഡിലൂടെയാണ് ഇത്ര അപകടകരമായ രീതിയിൽ യുവാക്കൾ ഈ യാത്ര നടത്തുന്നത്. കാറിൽ അഭ്യാസമാണ്. ഇതുവരെയും RTO നടപടിയൊന്നും എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോണ്ടിച്ചേരി രജിസ്ട്രേഷനാണ്, അതുകൊണ്ട് എന്തും കാണിക്കാം എന്ന നിലയിലാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ നമ്പറൊക്കെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആരുടേതാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും അല്ലേ സന്ദീപ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഈ നമ്പറൊക്കെ ട്രേസ് ചെയ്താൽ പോലും ഇതിനെതിരെയുള്ള ഒരു നടപടി എത്തരത്തിലാകും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ ഇതിനു മുമ്പ് ഇപ്പോൾ ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ മൂന്നാമത്തെ സംഭവമാണ് ഇപ്പോൾ പോണ്ടിച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ യുവാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഭ്യാസ പ്രകടനം എന്ന് പറയുന്നത്. ഈ ഒരു കുറഞ്ഞ കാലത്തെ ഈ ഹൈറേഞ്ചിലെ എല്ലാ റോഡുകളും മനോഹരമായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇത്തരം അപകട സാധ്യത വളരെ കൂടുതലായിരിക്കുകയാണ്. ഈ അടുത്ത കാലത്തെ അപകടങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ നടന്നിട്ടുള്ള അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഭൂരിഭാഗം വാഹനങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇടുക്കിയിലേക്ക് എത്തിയിട്ടുള്ള വാഹനങ്ങളാണ്. ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണെങ്കിലും അല്പം വീതി കൂട്ടിയൊക്കെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കുത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞിട്ടുള്ള ഒരു റോഡാണ്. വളരെ അപകടങ്ങൾ നടക്കുന്ന, അപകട സാധ്യതയേറെ നിലനിൽക്കുന്ന ഒരു റോഡ് കൂടിയാണ്. അതായത് ഇടുക്കി ജില്ലയിൽ സുപരിചിതരായ ആളുകൾ പോലും വളരെ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാത. ഏതാണ്ട് മൂന്നാർ മുതൽ ഗ്യാപ്പ് റോഡ് കടന്ന് പൂപ്പാറ എത്തുന്നോടം വരെ അത്ര കണ്ട അപകട സാധ്യത ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായിരുന്നാലും ഈ മേഖലയിൽ വലിയ രീതിയിൽ യുവാക്കളായിട്ടുള്ള ആളുകൾ വാഹനങ്ങളുമായി എത്തുകയും അത് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ഓടിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 1-2 പേർക്കെതിരെ RTO നടപടി സ്വീകരിച്ചിരുന്നു. ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരുന്നു. പക്ഷേ ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർ പോലും ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുക, അത് അവർക്ക് സ്വയം ഉണ്ടാകുക എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കും, ഇല്ലെങ്കിൽ മറ്റൊരാളെ കൂടി അപകടത്തിലേക്ക് നയിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വളരെ പെട്ടെന്ന് വെട്ടിച്ചു മാറി പോകാൻ കഴിയാത്ത വളവുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എതിരെ വരുന്ന വാഹനം ഇവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യം വരെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ ഒരു റോഡ് എന്ന് വേണം പറയാൻ. കാരണം വളരെ പെട്ടെന്ന് മഞ്ഞു മൂടുന്ന, പെട്ടെന്ന് കാലാവസ്ഥ മാറുന്ന, കാഴ്ചകൾ വളരെ വേഗത്തിൽ മറയ്ക്കുന്ന ഒരു റോഡ് കൂടിയാണിത്. അവിടെയാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ ശരിയാണ് സന്ദീപ് രാജാക്കാട്, വളരെ അപകടകരമായ രീതിയിൽ തന്നെയാണ് അവർ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. എൻ്റെ പൊന്നു ബ്രോ, നിങ്ങൾ ഈ കാഴ്ച കാണാനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്തതല്ലേ നിങ്ങളുടെ ഇറച്ചി? അതിനൊക്കെ മണ്ണ് വെറ്റിക്കഴിഞ്ഞ് എന്ത് ബുദ്ധിമുട്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. മാത്രവുമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടായി തീരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും RTO ഇതിനെതിരെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. മാത്രവുമല്ല, യാത്ര ചെയ്യുന്ന ആളുകൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾക്കും സാഹസികതയ്ക്കും നിങ്ങൾ നിൽക്കരുത്. നമ്മളുടെ റോഡുകൾ സാധാരണ വളരെ തിരക്കുള്ള റോഡുകൾ, അവിടെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് യാത്ര ചെയ്യാൻ മാത്രമുള്ളതാണ്. അത് നിങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങളുടെ വേദിയാക്കി മാറ്റരുത്. നിങ്ങളുടെ ജീവന് മാത്രമല്ല, അതുവഴി സഞ്ചരിക്കുന്ന മറ്റുള്ളവരുടെ ആളുകളുടെ ജീവന് കൂടി ഭീഷണിയാണ് എന്ന കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ.